സിക്കിം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, അസം, ലക്ഷദ്വീപ്, നാഗാലാൻഡ് എന്നിവിടങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. രഞ്ജിത്ത്, ഇതിൽ സിക്കിമിൽ ഇന്ന് ഇപ്പോൾ അരുണാചലിലെ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലെ ഒപ്പം ഉള്ള പ്രതീക്ഷകൾ, ഒരുക്കങ്ങൾ, വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം എന്തായി? തീർച്ചയായും അരുണാചലിനൊപ്പം സിക്കിമിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 32 മണ്ഡലങ്ങളാണ് സിക്കിമിലുള്ളത്. ഇപ്പോൾ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയും ഒപ്പം തന്നെ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും തമ്മിലാണ് അവിടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. ഈ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിൽ നിന്ന് കൂറുമാറി എത്തിയ 12 MLA-മാരുടെ കരുത്തിൽ BJPയും അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ രംഗത്തിറങ്ങുകയാണ്. ഒപ്പം തന്നെ 12 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അവിടെ ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങുന്നു എന്നതും പ്രത്യേകതയാണ്. ഒപ്പം തന്നെ മറ്റ് ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, അതിൽ എടുത്തു പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് മണിപ്പൂർ തന്നെയാണ്. തുടർച്ചയായി ഉണ്ടായ കലാപങ്ങൾക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് മണിപ്പൂരിൽ നടക്കുന്നത്. മണിപ്പൂരിലെ 2 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. നിലവിൽ ഒരു മണ്ഡലം BJPയുടെ കൈവശമാണുള്ളത്, മറ്റൊന്ന് NBFന്റെ കൈവശവുമാണ് മറ്റൊരു മണ്ഡലവുമുള്ളത്. ഇന്നർ മണിപ്പൂർ അതുപോലെ തന്നെ ഔട്ടർ മണിപ്പൂർ മണ്ഡലങ്ങളിലാണ് ഈ ആദ്യഘട്ടത്തിൽ വിധി എഴുതുന്നത്. ഇവിടെ പ്രധാനമായും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മണിപ്പൂർ കലാപം തന്നെയാണ്. അവിടെ പ്രധാനമായും കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ ആദ്യഘട്ടത്തിൽ വിധിയെഴുത്ത് നടക്കുന്ന 2 മണ്ഡലങ്ങൾ, അവിടെ ഈ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ല എന്ന് ചിന്തിക്കുന്ന നിഷ്പക്ഷ വിഭാഗങ്ങളുടെ വോട്ടിലാണ് പ്രധാനമായും കോൺഗ്രസ് കണ്ണുവയ്ക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ മെയ്തൈ വിഭാഗത്തിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളും. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുക്കി ഗോത്ര വിഭാഗത്തിൻ്റെ ഒരു നിലപാട് ഈ 2 മണ്ഡലങ്ങളിലും നിർണായകമാകും എന്നതാണ് എടുത്തു പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് മേഘാലയയാണ്. മേഘാലയയിലും 2 ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ ഈ ഒരു ലോക്സഭാ സീറ്റ് നിലവിൽ കോൺഗ്രസിൻ്റെ ഒപ്പവും ഒപ്പം തന്നെ മറ്റൊന്ന് NBPക്ക് ഒപ്പവുമാണുള്ളത്. ഈ 2 കക്ഷികളും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണ് മേഘാലയയിൽ നടക്കുന്നത്. മറ്റൊന്ന് മിസോറാമിലാണ്. മിസോറാമിൽ ഒരു ലോക്സഭാ സീറ്റിലേക്കാണ് ഇത്തവണ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ മിസോ നാഷണൽ ഫ്രണ്ട് ആണ്, അവരുടെ കൈവശമാണ് ഇപ്പോൾ ഒരു സീറ്റ് ഉള്ളത്. ഒപ്പം തന്നെ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റും ഈ MNFും തമ്മിലാണ് അവിടെ പ്രധാന മത്സരം നടക്കുന്നത്. കോൺഗ്രസ് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ രംഗത്തുണ്ട്. ഒപ്പം തന്നെ BJPയും ശക്തമായ ഒരു സാന്നിധ്യം അറിയിക്കുന്നതിന് വേണ്ടി അവിടെ രംഗത്തുണ്ട്. മറ്റൊന്ന് അസമാണ്. അസമിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഈ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ 4 സീറ്റുകളും നിലവിൽ BJPയുടെ കൈവശമാണുള്ളത്. ഒരെണ്ണം കോൺഗ്രസിൻ്റെ കൈവശവുമുണ്ട്. അവിടെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്നത് ജോർഹട്ടിലാണ്. ഈ ജോർഹട്ട് BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു അഭിമാന പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. ഈ 2 തവണ BJP ജയിച്ച ഒരു മണ്ഡലമാണ് ജോർഹട്ട്. അവിടെ തപൻ ഗൊഗോയിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. നിലവിൽ സിറ്റിംഗ് MP-യാണ്. പക്ഷേ ഈ തപൻ ഗൊഗോയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഗൗരവ് ഗൊഗോയ്, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ ഗൗരവ് ഗൊഗോയ് അവിടെ രംഗത്തിറങ്ങിയതോടുകൂടിയാണ് അവിടെ മത്സരം ശക്തമായത്. ഒരു പ്രവചനാതീതം എന്ന രീതിയിലുള്ളൊരു മത്സരമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് BJPയെ സംബന്ധിച്ച് അതൊരു അഭിമാന പോരാട്ടമായി മാറുന്നത്. മറ്റൊന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ആൻഡമാൻ നിക്കോബാറിൽ ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണുള്ളത്. അവിടെ നിലവിൽ ആ ലോക്സഭാ സീറ്റ് കോൺഗ്രസിൻ്റെ കൈവശമാണുള്ളത്. ആ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണ കോൺഗ്രസ് മത്സരത്തിനിറങ്ങുന്നത്. മറ്റൊന്ന് സിക്കിമാണ്. സിക്കിമിൽ SKM, അതായത് സിക്കിം ക്രാന്തികാരി മോർച്ച, അവരുടെ കൈവശമാണ് ഒരു സീറ്റുള്ളത്. ആ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ SKMഉം മത്സരരംഗത്തിറങ്ങുന്നു. മറ്റൊന്ന് ത്രിപുരയാണ്. ത്രിപുരയിൽ ഒരു ലോക്സഭാ സീറ്റിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലവിൽ ആ ലോക്സഭാ സീറ്റ് BJPയുടെ കൈവശമാണ്. മുൻ മുഖ്യമന്ത്രി പിബ്ലബ് ദേവ് വിശദാംശങ്ങൾ നൽകിയത്.